അമൃതേച്ചിയെ കിഡ്നാപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എന്താ പറഞ്ഞേ? അതേടാ, ആ വള്ളി പെണ്ണുണ്ടല്ലോ മാളു, അവൾ ഇടയ്ക്ക് കയറി വന്ന് സകലതും കുളമാക്കി. പക്കാ പ്ലാൻ ആയിരുന്നു, അവളത് പൊളിച്ചടുക്കി. അമ്മു, അല്ല, ഈ അമ്മു ഇതെവിടെ പോയി? ആ ചിലപ്പോ വാഷ്റൂമിലുണ്ടാവും. ആ നോക്കട്ടെ. അമ്മോ, അമ്മോ, ഇവളിതെവിടെ പോയി? അമ്മ വാഷ്റൂമിൽ ഇല്ല. വെറുതെ ഇവളിതെവിടെ പോയി? ഇല്ലേ മോളെ, ചേച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പൊ കല്യാണ പെണ്ണങ്ങോട്ട് പോയി. ഈശ്വരന്റെ മോളിതെവിടെ പോയി? അമ്മോ, ഒന്ന് മാറിക്കേ. എന്താ? അമ്മോ, കഴുത്തിൽ വീഴാൻ പോകുന്ന താലിച്ചരടിനേക്കാൾ വില സ്വന്തം സ്വപ്നങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനുമാണെന്ന് ഒടുവിൽ അമൃത തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാവും അവൾ സ്വയം ഇവിടുന്ന് രക്ഷപ്പെട്ടത്. അമ്മോ, ഇവളിതെവിടെ പോയി? ഈശ്വര, വന്നേ. ഈ കൊച്ചിനെ പോയി, എവിടെ പോയി? വിളിച്ചോടി വല്ലതും പോയോ? ആർക്കറിയാം. പോ. അച്ഛാ, അമൃത മോളെ കാണാനില്ല. എന്റെ ഈശ്വര. യെസ്. ശ്രീ, എഴുന്നേൽക്കരുത്. മണ്ഡപത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ വരൻ വിവാഹം കഴിയാതെ എഴുന്നേൽക്കാൻ പാടില്ല. നമ്പ്യാർ സാറേ, അമൃത ഇല്ലാതെ താലിയിട്ട് നടക്കില്ലല്ലോ. ശ്രീ, ഒരു പരിഭ്രമത്തിന്റെയും ആവശ്യമില്ല. അവൾ വേറെ എവിടെ പോകാനാ? അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. രാജാ, ബാല, എന്താ ഇങ്ങനെ എല്ലാരും മേടിച്ചു നിൽക്കുന്നത്? അവൾ ഇവിടെ എവിടെങ്കിലും തന്നെ ഉണ്ടാവും. പോ, ഇവിടെ എല്ലാം ഒന്ന് അരിച്ചു പറിക്ക് നോക്ക്. ചെല്ല്, പോയി നോക്ക്. സുഹൃത്തെ, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. അയ്യോ, അമ്മ നമ്മളെ ചതിക്കോടൂ. ഈ വേദന നിങ്ങൾ സ്വയം വരുത്തി വെച്ചതാണ് അച്ഛാ. എൻ്റെ പൊന്നു മുത്തശ്ശ, അരിച്ചു പറക്കി നോക്കിയിട്ട് ഒരു കാര്യമില്ല. ചേച്ചി എൻ്റെ കൂട്ടുകാർ ഇതിനകം എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു കാണും. അമ്മേ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അതെ, ആ പെണ്ണ് മുങ്ങിയതാ. പാവന്റെ ശ്രീയേട്ടൻ. മോളെ, എടീ, നമ്മുടെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് ആ പെണ്ണിന് ഓടിപ്പോന്നോന്നേ. എന്തായാലും കല്യാണം മുടങ്ങിയല്ലോ, എനിക്കത് മതി. കല്യാണം അത് മുടങ്ങില്ല. കല്യാണം മുടങ്ങിയില്ലേ? നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നേ? എന്റെ സാവിത്രി, മുഹൂർത്തത്തിന് നമ്മുടെ ശ്രീനാഥന്റെ കല്യാണം നടക്കണം. അത് നമ്മൾ നടത്തും. അമൃത ഓടിപ്പോയില്ലേ, ഇനി എങ്ങനെ മുഹൂർത്തത്തിന് കല്യാണം നടക്കും? ഇപ്പോ ഇവിടെ നടക്കാൻ പോണ പൂരം നീ കണ്ടോ? വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് കാരണം പറഞ്ഞ് ആ പുത്തമ്പുറക്കലുകാരെ
ഞാനിന്ന് വലിച്ചു കീറും. ഓ എന്റെ മനുഷ്യ, നിങ്ങൾ പുത്തമ്പുരയ്ക്കലാരുടെ മെക്കിട്ട് കയറിട്ട് നമുക്കെന്താ ഗുണം? എടി, നമ്മുടെ ചെറുക്കന്റെ കല്യാണം മുടങ്ങിയത്. ആ അതെ, നമ്മളൊക്കെ സാധാരണക്കാരാ. ഹ, നമുക്ക് വന്ന നാണക്കേടേ അത് തൂത്താലും തുടച്ചാലും മാറില്ല. ഹ, നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ ഇതേ മണ്ഡപത്തിൽ വെച്ച് നമ്മുടെ ശ്രീനാഥന്റെ കല്യാണം നടത്തണമെന്ന് ഞാൻ അങ്ങ് പറയും. ശ്രീനാഥന്റെ ഭാവിയുടെ കാര്യമല്ലേ, ചേച്ചിക്കത് സമ്മതിച്ചേ പറ്റൂ. അല്ല, നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നേ? ആ, അതെ സാവിത്രി, നീ നമ്മുടെ അമ്പിളി മോളെ ഒന്ന് നന്നായിട്ട് ആണിയിച്ച് ഒരുക്കി നിർത്തിക്കോ. ഇവിടെ നടക്കാൻ പോകുന്നതേ ശ്രീനാഥന്റെയും നമ്മുടെ അമ്പിളി മോളുടെയും വിവാഹ. മച്ചാമാരെ താങ്ക്സ്. ഞാൻ തല കുത്തി നിന്ന് നോക്കിയിട്ട് നടക്കാത്ത കാര്യമാണ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് നടത്തി കാണിച്ചു. അല്ല, അമൃതേശി നിങ്ങൾ എങ്ങോട്ടാ മാറ്റിയത്? ജോ, നിന്റെ ഡാഡിയുടെ എസ്റ്റേറ്റിലേക്കാണോ അതോ നമ്മുടെ ഫൈസിയുടെ വീട്ടിലേക്കോ? ഓ മനസ്സിലായി, സ്റ്റെഫിയുടെ വീട്ടിലേക്കാവും അല്ലേ? എങ്ങോട്ടാ മാറ്റിയത് പറ. ആദ്യം അമൃതേച്ചിയെ കിഡ്നാപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എന്താ പറഞ്ഞേ? അതേടാ, ആ വള്ളി പെണ്ണുണ്ടല്ലോ മാളു, അവൾ ഇടയ്ക്ക് കയറി വന്ന് സകലതും കുളമാക്കി. പക്കാ പ്ലാൻ ആയിരുന്നു, അവളത് പൊളിച്ചടുക്കി. അമ്മുച്ചേച്ചി, അമ്മുച്ചേച്ചി, എന്താ അങ്ങോട്ട് മാറി നിന്നേ. കാര്യം എന്താന്ന് പറ. അമൃതേച്ചിക്ക് ഈ ജ്യൂസ് കൊടുക്കണം. ഓ, അല്ലാതെ എന്നെ വീണ്ടും റൂമിൽ പൂട്ടിയിടാനുള്ള വരവല്ല ഇത്. സമാധാനം. തന്നെ ആ റൂമിൽ ലോക്ക് ചെയ്തെന്ന് ഞാനൊന്നും അല്ല. ആഹാ, ആണോ? ഞാനതങ്ങ് വിശ്വസിച്ചു. അങ്ങോട്ട് മാറ്. എവിടെ തന്നോടല്ലേ വഴി മാറാൻ പറഞ്ഞേ? അതെ, തൽക്കാലം ഇങ്ങോട്ടേക്ക് തള്ളിക്കയറി വരണ്ട.